ജയ് ഗണേഷ് മലയാളം മൂവി റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രഞ്ജിത്ത് ശങ്കർ. രഞ്ജിത്ത് ശങ്കർ മലയാള സിനിമയ്ക്ക് ഒരുപാട് വിജയ ചിത്രങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സംവിധായകനാണ്. സൂസു സുദീപാത്മികം, വർഷം, പ്രേതം, പുണ്യാള നഗർപതീസ്, അങ്ങനെ ഒരുപാട് നല്ല ചിത്രങ്ങൾ എടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരം കംഫർട്ട് സോൺ ഉണ്ട്, നമ്മുടെ ജയസൂര്യൻ ടീമും വെച്ചിട്ടുള്ള ആ ഒരു കംഫർട്ട് സോൺ. അതിന് പുറത്ത് വന്ന് ഉണ്ണി മുകുന്ദനെ നായകനാക്കി ചെയ്തിരിക്കുന്ന ചിത്രമാണ്, ഏറ്റവും പുതിയ ചിത്രമാണ് ജയ് ഗണേഷ്. അപ്പൊ ജയ് ഗണേഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ, ഞാൻ തിയേറ്ററിൽ പോകുന്നതിന് മുന്നേ ഈ ഒരു സിനിമയ്ക്ക് സോഷ്യൽ മീഡിയയിൽ തിയേറ്റർ റെസ്പോൺസ് ആയിട്ട് അതുപോലെ ട്രോള് വഴിയൊക്കെ കിട്ടുന്ന ഒരു വമ്പൻ ഹൈപ്പ് കണ്ടിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. ആ ഒരു ഹൈപ്പിൽ പോയത് കൊണ്ടായിരിക്കാം എനിക്കൊരു ആവറേജ് പടമായിട്ടാണ് സിനിമ തോന്നിയത്. അപ്പം നിങ്ങൾ തിയേറ്ററിലേക്ക് പോകുന്ന സമയത്ത് മിന്നൽ മുരളി പോലെ ഒരു സൂപ്പർ ഹീറോ ചിത്രം പ്രതീക്ഷിച്ച് ഒരിക്കലും തിയേറ്ററിലേക്ക് പോവാണ്ടിരിക്കുക. ഇതൊരു സാധാരണഗതിയിലുള്ള ചിത്രമാണ്. ഒന്ന്, ഒരു സർവൈവൽ ത്രില്ലർ മൂവിയാണ്. ആ ഒരു ത്രില്ലർ മോഡില് സർവൈവൽ ത്രില്ലറിനുള്ള ആ ഒരു ത്രിൽ മോഡില് നമുക്ക് ആ ഒരു വൈബിൽ കണ്ടിരിക്കാൻ പറ്റുന്ന, ബോറടി ഇല്ലാത്ത ഒരു കൊച്ചു ചിത്രം എന്നുള്ള രീതിയിൽ മാത്രം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിത്രമാണ് ജയ് ഗണേഷ്. അപ്പോൾ ജയ് ഗണേഷിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ പോസിറ്റീവ് ഉണ്ണി മുകുന്ദന്റെ അഭിനയമാണ്. ഉണ്ണി മുകുന്ദൻ ഇതിനു മുന്നേ നമുക്ക് നായകനായിട്ടും വില്ലനായിട്ടും സഹനടനായിട്ടും മറ്റേ മസിലളിയൻ കഥാപാത്രങ്ങളായിട്ടും ഒക്കെ നമ്മൾ ഉണ്ണി മുകുന്ദനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉണ്ണി മുകുന്ദന്റെ അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ നമ്മൾ വളരെ കുറച്ചാണ് കണ്ടിരിക്കുന്നത്. എനിക്കിതിനു മുന്നേ പുള്ളിയുടെ വളരെ നല്ല രീതിയിലുള്ള അഭിനയം ഇഷ്ടപ്പെട്ട ഒരു മൂവി എന്ന് പറയുന്നത് മേപ്പടിയാനാണ്. ആ മേപ്പടിയാന് ശേഷം വളരെ നല്ല രീതിയിൽ പുള്ളി എഫേർട്ട് എടുത്ത് അഭിനയിച്ചിരിക്കുന്നു എന്ന് തോന്നിയ ഒരു കഥാപാത്രമാണ് ജയ് ഗണേഷിലെ ഗണേഷ് എന്ന് പറയുന്ന കഥാപാത്രം. വളരെ നല്ല രീതിയിൽ ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ആ വീൽ ചെയറിൽ ഇരിക്കുമ്പോൾ പോലും ഇത്തരത്തിലുള്ള ഹാഫ് പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരാളെയാണ് ഉണ്ണി മുകുന്ദന്റെ അകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ആളുടെ മാനറിസം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പിടിക്കാനായിട്ട് ഉണ്ണി മുകുന്ദൻ ശ്രമിച്ചിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ അതേപോലെ തന്നെ ഇത്തരം ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സിമ്പതി കാണുമ്പം അത് അവരിൽ ഉണ്ടാക്കുന്ന ഒരു ഇറിറ്റേഷനും കാര്യങ്ങളും ഉണ്ട്. ആ ഇറിറ്റേഷൻ കാര്യങ്ങൾ, അതേപോലെ ഇവരുടെ ആങ്കർ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണി മുകുന്ദന്റെ അഭിനയമാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിരിക്കുന്ന കാര്യം. രണ്ടാമത്തെ ഇതിന്റെ മ്യൂസിക്കാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്ന ശങ്കർ ശർമ്മ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ ഒരു സർവൈവൽ ത്രില്ലർ മൂവി ആയതുകൊണ്ട് ആ ഒരു ത്രില്ല് പ്രേക്ഷകരിലേക്ക് കണക്ട് ആവണമെങ്കിൽ ഇതിന്റെ BGM കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം. ആ ഒരു ത്രില്ലർ മോഡില് ആ ഒരു BGM ഒക്കെ നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിക്കുന്ന രീതിയിൽ BGM കാര്യങ്ങളൊക്കെ എത്തിക്കാൻ, അതേപോലെ ഇതിലെ നല്ല പാട്ടുകളുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇതിനകത്ത് ഓടിപ്പോയിട്ടുണ്ട്. BGM കാര്യങ്ങളൊക്കെ ആ ഒരു പോസിറ്റീവാണ് രണ്ടാമത് പറയാനുള്ള ഇതിന്റെ മ്യൂസിക്. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ത്രില്ലർ സിനിമയിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ എഡിറ്റിങ് പെർഫെക്റ്റ് ആയിരിക്കണം. ആ ഒരു എഡിറ്റിങ് അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സംഗീത് പ്രതാപ് എന്നുള്ള ഒരാളാണ് ഇതിന്റെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. സംഗീത് പ്രതാപ് നമുക്ക് അറിയാവുന്ന ഒരാളാണ്. പ്രേമലു സിനിമയിൽ അമൽ ഡേവീസ് എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ ചെയ്തിരിക്കുന്ന സംഗീതാണ് ഇതിന്റെ എഡിറ്റിംഗ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന്റെ 3 പ്രധാനപ്പെട്ട പോസിറ്റീവ്. അതിന് പുറമെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് MLA കഥാപാത്രം ചെയ്തിട്ടുള്ള ആളുടെ പേര് എനിക്കറിയില്ല. അതുപോലെ നമ്മുടെ അശോകൻ ചേട്ടൻ, ഉണ്ണി മുകുന്ദന്റെ അച്ഛനായിട്ടുള്ള കഥാപാത്രം, അവരൊക്കെ നല്ല രീതിയിൽ ആ ഒരു കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പഴയ നടി ജോമോൾ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഒരു വക്കീലിന്റെ കഥാപാത്രം. അതൊക്കെ പെർഫെക്റ്റ് ആയിട്ട് അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വന്നു പോകുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ അവരുടെ റോളുകൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് നോക്കിക്കഴിയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, ഉണ്ണി മുകുന്ദൻ ഇതിൻ്റെ അകത്ത് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ടെക്കി ആയിട്ടുള്ള ഈ ഒരു പടത്തിന്റെ പ്ലോട്ടിനകത്ത് അത്യാവശ്യം ഹാക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടേംസ് കാര്യങ്ങൾ, ആ ഒരു ടേംസ് കാര്യങ്ങൾ വളരെ സ്പീഡിൽ പറഞ്ഞു പോകുന്നതുകൊണ്ട്, ഇവർ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോൾ വളരെ സ്പീഡിൽ ഇത് പറഞ്ഞു പോകുന്നതുകൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള പ്രേക്ഷകരിലേക്ക് അത് പെട്ടെന്ന് കണക്ട് ആവാനുള്ള ഒരു സാധ്യത കുറവാണ്. അതാണ് ഇതിനകത്ത് ഒന്നാമത്തെ നെഗറ്റീവ്. രണ്ടാമത്തെ നെഗറ്റീവ്, നമ്മൾ ഒരുപാട് കണ്ട് മടുത്ത ഒരു പ്ലോട്ടാണ്. അപ്പം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറയുന്ന പോലെ അതൊരു വേറൊരു രീതിയിൽ, ഒരു പുതിയ രീതിയിൽ ഉണ്ണി മുകുന്ദന്റെ ഈ ഒരു കഥാപാത്രവുമായി ചേർത്ത് അവതരിപ്പിച്ചിരിക്കുന്നു. ഒരുപാട് നമ്മൾ പഴയ കണ്ടിട്ടുള്ള ഒരു പ്ലോട്ടാണ്. ആ ഒരു നെഗറ്റീവ് എനിക്ക് ഫീൽ ചെയ്തു. അതല്ലാതെ വലിയ അധികം നെഗറ്റീവ്സ് കാര്യങ്ങൾ നമുക്ക് പറയാനില്ല.
പിന്നെ ഈ സിനിമയ്ക്കുള്ള നെഗറ്റീവ് അല്ല, ഈ സിനിമയ്ക്ക് പുറത്ത് തിയേറ്ററിൽ നിന്നും ട്രോളർമാർ വഴിയും അല്ലെങ്കിൽ ഇവരുടെ ടീമിന്റെ തന്നെ പ്രൊമോഷൻ ആവാം ഒരുപാട് ഒരു ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ട്. അത് പ്രേക്ഷകനിൽ ഒരുപാട് അമിതമായിട്ടുള്ള പ്രതീക്ഷ ഉണ്ടാക്കും. ആ ഒരു പ്രതീക്ഷയായിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പടം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ഒരു സാധാരണ കൊച്ചു പടം, ഒരു ത്രില്ലർ മൂഡിലുള്ള ഒരു സർവൈവൽ ത്രില്ലർ ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം ബോറടി ഇല്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ചിത്രം എന്നുള്ള രീതിയിൽ ആ ഒരു പ്രതീക്ഷയിൽ പോയി തിയേറ്ററിൽ പോയി ഈ ഒരു പടം കാണുക. അപ്പം ഇതിനു മുന്നേ ഉള്ള ഉണ്ണി മുകുന്ദന്റെ പടങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അപ്പൊ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.